13 വർഷങ്ങൾക്കിപ്പുറം ആ നടന്റെ ഒരു സിനിമ പോസിറ്റീവ് റെസ്പോൺസ് അടിച്ചിരിക്കുകയാണ്. തിയേറ്ററിൽ കളം നിറഞ്ഞ് ആടിക്കൊണ്ടിരിക്കണം. ഹൗസ്ഫുൾ ഷോകളുമായിട്ട് കറുപ്പ് എന്നുള്ള സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയെ പറ്റി പറയുന്നത് സത്യത്തിൽ ഇതൊരു പക്ക തമിഴ് മാസ് മസാല പടമാണ്. നമ്മുടെ കേരളത്തിലെ ഓഡിയൻസിന് എത്രത്തോളം കണക്ട് ആവുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു അറിവില്ല. പക്ഷേ പക്ക തമിഴ് ഓഡിയൻസിനും അതുപോലെ പക്ക സൂര്യ ഫാൻസിനും വേണ്ടിയിട്ടുള്ളൊരു കറക്റ്റ് പടം തന്നെയാണ്. സൂര്യ ഇഷ്ടപ്പെടുന്ന സൂര്യ ഫാൻസ് തിയേറ്ററിൽ 2.5 മണിക്കൂർ അടിച്ചു പൊളിച്ച് തുമ്മുറുക്കള എല്ലാ ഐറ്റം പടത്തിലുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടേഴ്സിൻ്റെ കാര്യമാണ്. അതിൽ എടുത്ത് പറയേണ്ടത് നമ്മുടെ മലയാള ഇന്ദ്രൻസേട്ടൻ്റെ ഒക്കെ ആക്ടിങ് പീക്ക് ലെവലായിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് ഇമോഷണൽ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ വമ്പ സംഭവമാണ്. അതുപോലെ തന്നെ RJ ബാലാജി ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ അനക എന്ന് പറഞ്ഞ പെൺകുട്ടി, സ്വാസിക, ആക്ടേഴ്സുകളെല്ലാം തന്നെ പക്കയായിരുന്നു. പിന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞതിൽ സൂര്യണ്ണൻ്റെ ആ ലുക്കും സാഗും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല പുള്ളിയുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ എന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായി അഭ്യങ്കർ, എൻ്റെ മോനെ സായി അഭ്യങ്കർ എന്ന് പറഞ്ഞാൽ അയാളുടെ ഫസ്റ്റ് പടം. പുള്ളിയുടെ ഫസ്റ്റ് ഒരുപാട് പടങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ ഫസ്റ്റ് പടമാണത്. പുള്ളി ആദ്യമായി സൈൻ ചെയ്ത് തമിഴിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് പടമാണ് കറുപ്പ്. എജാതി കത്തിക്കുന്നുണ്ട്. സൂര്യയുടെ ഭാഗത്ത് തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ സായി അഭ്യങ്കർ മ്യൂസിക് കൊണ്ട് കത്തിക്കലോട് കത്തിക്കലാണ്. സൂര്യ ഫാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പക്ക കൊമേഴ്ഷ്യൽ പടം കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്, തീർച്ചയായിട്ടും പെട്ടെന്ന് തിയേറ്ററിലേക്ക് വിട്ടോ. അടിച്ചു പൊളിച്ച് നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് വെറുത്തായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും തിയേറ്ററുണ്ട്. കാണാവുന്നവരെല്ലാം തന്നെ എത്ര പെട്ടെന്ന് തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.